നമസ്കാരം, ഞാൻ സ്വാതിയാണ്. ഇന്നലത്തെ എൻ്റെ പോസ്റ്റ്, എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടം പോലെ പേരുടെ മെസ്സേജാണ് എനിക്ക് വരുന്നത്. ഒരുപാട് പേര് എൻ്റെ ഇപ്പോഴത്തെ അസുഖ വിവരവും എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഞാനിപ്പോൾ ഏത് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നും ഒക്കെ അറിയാനുള്ള ആകാംക്ഷയിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല, ഒരുപാട് മെസ്സേജാണ് വരുന്നത്. അപ്പം ഞാനിത് ഡീറ്റെയിൽ ആയിട്ടൊരു യൂട്യൂബ് വീഡിയോ ചെയ്യാം. ഒരു ലെങ്ത് ഉണ്ട് അത്യാവശ്യം, എൻ്റെ ഈ അനുഭവം ഫുള്ളും പറഞ്ഞു വരുമ്പോൾ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പോൾ ഈ ഷോർട്സിൽ അത് പറ്റില്ലല്ലോ. ഒരു യൂട്യൂബിൽ ഞാൻ എന്തെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത്രയും ക്യാൻസർ രോഗികളും ക്യാൻസർ ആയിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെയാണ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്താണ് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറയാം. എൻ്റെ ഈ വീഡിയോസിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് ചിലപ്പോൾ വന്നേക്കാം. കാരണം ഞാനിപ്പോൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ്. എനിക്ക് ക്യാൻസറിന് മുന്നേ, ഈ ട്രീറ്റ്മെൻറ്റിന് മുന്നേ, ക്യാൻസറിൻ്റെ അലോപ്പതി ട്രീറ്റ്മെൻറ്റിന് മുന്നേ എൻ്റെ കസിൻസും അറിയുന്നവരൊക്കെ എന്നോട് ഒരുപാട് പറഞ്ഞതാണ് ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട്. പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായില്ല ആയുർവേദത്തിൽ. അലോപ്പതിക്ക് ചെയ്യാൻ പറ്റാത്ത ആയുർവേദത്തിൽ ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. കാരണം ആയുർവേദം ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് സ്പ്രെഡായിട്ട് ചിലപ്പോൾ എൻ്റെ അവസ്ഥ തന്നെ മോശമാവും എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടായില്ല. പക്ഷേ ഈ 5 ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി എനിക്കൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ ആണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ആ പോസ്റ്റ് കണ്ടിട്ടാണ് ജസ്റ്റ് എന്ന് പറഞ്ഞ ചേട്ടനാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ആളെ ഞാൻ പോയി കണ്ടു. ആളെടുത്ത് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 5-6 വർഷമായിട്ട് ആൾ ക്യാൻസർ രോഗിയാണ്. ആള് സർവൈവ് ചെയ്ത് വന്ന ഒരാളാണ്. ആളെ കണ്ടു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടായിരുന്നു എന്ന് പറയില്ല. ആളെ കണ്ടത് എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയി. അങ്ങനെയാണ് ഞാൻ ഈ ആയുർവേദത്തിൽ ഈ വൈദ്യരെ പോയി കാണുന്നത്. ഞാൻ കാണുന്ന വൈദ്യരെ പേര് തങ്കച്ചൻ എന്നാണ്. കോഴിക്കോട് വടകരയിലാണ് ആളിരിക്കുന്നത്. ആഴ്ചയിൽ ബുധനാഴ്ച ദിവസമാണ് ആളുണ്ടാവുക. വടകര റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പോകാമെന്നുള്ള ദൂരമുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ. ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല, എൻ്റെ അനുഭവമാണ്. ഞാൻ 2.5 വർഷമായി ആയുർവേദ മരുന്ന് കഴിക്കുന്നത്, വൈദ്യര മരുന്ന് കഴിക്കുന്നത്. 2.5 വർഷമായിട്ട് എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇതിനിടയിൽ 3 സ്കാൻ ചെയ്തു. ആ 3 സ്കാനിങ്ങിലും എനിക്ക് കുഴപ്പമില്ല, വേറെ എവിടേക്കും സ്പ്രെഡിങ് ഇല്ല. പിന്നെ ഇപ്പോഴും ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്, തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ യൂട്യൂബിൽ ഇടുന്നുണ്ട്. ഈ വൈദ്യരെ കണ്ടിട്ടുള്ള എൻ്റെ അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഞാൻ പറയുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാവരും എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്ന കാരണമുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി കേട്ടോ.